സമയം 10:25. ഇന്ന് എല്ലാവരും കൂടെ ചേട്ടൻ്റെ വൈഫിൻ്റെ 9ാം മാസ ചടങ്ങിന് പോവാനുള്ള തയ്യാറെടുപ്പിലാണ്. ഞാനും ചേട്ടനും അച്ഛനും അമ്മയും കൂടെ 15 പേരടങ്ങുന്ന ഫാമിലി ആയിട്ടാണ് യാത്ര. എല്ലാവരും 9ാം മാസത്തെ ചടങ്ങിൻ്റെ എക്സൈറ്റ്മെന്റിലാണ്. 7ാം മാസത്തെ ചടങ്ങിനായിരുന്നു എൻ്റെ വീട്ടിലേക്ക് വരുന്നത്. അതിൻ്റെ വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. തൃക്കൂർ കോനിക്കരയിലുള്ള കൈരളി ബേക്കറിയിൽ നിന്നായിരുന്നു സ്വീറ്റ്സും ചിപ്സും ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സ്വീറ്റ്സും ചിപ്സും പഴക്കുലയും കൂടെ 9 തരം സാധനങ്ങൾ കൊണ്ടായിരുന്നു യാത്ര. ഞാനും വളരെയധികം ഹാപ്പിയാണ്. എന്തെന്ന് വെച്ചാൽ ഒരു പ്രവാസിയായ ഞാൻ ലീവിന് വന്നപ്പോഴാണ് എനിക്ക് ഈ യാത്ര കിട്ടിയത്. കുന്നംകുളം എത്തുന്നതിന് മുന്നേ പഴുന്നാന എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഏടത്തിയുടെ വീട്. തൃശ്ശൂർ വഴിയാണ് ഞങ്ങൾ യാത്ര പുറപ്പെട്ടത്. ഏകദേശം 11:45 ഞങ്ങൾ അവിടെ എത്തി. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് താമസിച്ചു പോയി. അതുകൊണ്ട് തന്നെ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു. വീടിന്റെ തൊട്ടടുത്ത് തന്നെ അതിമനോഹരമായ ഒരു കുളമുണ്ട്. പാടത്തിന്റെ അടുത്താണ് വീടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീടിന്റെ ബാക്കില് അടിപൊളി പാടമാണ്. ഇന്ന് ഏടത്തിയുടെ ബർത്ത്ഡേയും കൂടെ ആയിരുന്നു. അതാണ് ഏറ്റവും വലിയ സർപ്രൈസ് ആയത്. ബർത്ത്ഡേ ആയ കാരണം ആദ്യം കേക്ക് മുറിച്ച് തന്നെ ആഘോഷം ആരംഭിച്ചു. നമ്മുടെ പീലീസിന് കേക്ക് കിട്ടിയപ്പോൾ വളരെ ഹാപ്പിയായി. വീഡിയോയും ഫോട്ടോയും എടുക്കാൻ അവൾക്ക് നല്ല ഇൻട്രസ്റ്റ് ആണ്. ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് 9ാം മാസത്തെ ചെറിയ ചടങ്ങ് ഞങ്ങൾ ആരംഭിച്ചത്. ആദ്യം ചന്ദനം മുഖത്ത് തേച്ച് പിന്നെ 2 കൈയിലും വളയിട്ടിട്ടാണ് ചേട്ടൻ തുടങ്ങിയത്. പിന്നാലെ എല്ലാവരും അങ്ങനെ ചെയ്തു. വീടിന് തൊട്ട് ഫ്രണ്ടിലും പാടം തന്നെയാണ്. ഞങ്ങൾ കുറച്ച് പേര് എല്ലാവരും പാടത്ത് കൂടെ നടന്നു. ഉച്ച സമയമായതിനാൽ ചൂടിന് ഒരു കുറവുണ്ടായിരുന്നില്ല. എന്നാലും ഇടയ്ക്കുള്ള തണുത്ത കാറ്റടിക്കുമ്പോൾ നല്ല ഫീലായിരുന്നു. സമയം നല്ലോണം വൈകി. എല്ലാവരും ഭക്ഷണം കഴിക്കാനിരുന്നു. നെയ്ച്ചോറും ചിക്കനും ആയിരുന്നു മെയിൻ ഫുഡ്. നമ്മുടെ ഫോട്ടോ എടുക്കുന്നുണ്ടെന്ന് പീലീസിന്റെ പെരുപെരുകൾ കാണാൻ നല്ല രസമുണ്ട്. സമയം 1:30 ആയപ്പോൾ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി. തിരിച്ച് ഞങ്ങൾ വീട്ടിൽ 3 മണിക്കുള്ളിൽ തന്നെ എത്തി.